واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور. വിശ്വാസികളെ സർവ്വലോകരക്ഷിതാവായ അല്ലാഹുവിന്റെ നിർദ്ദേശങ്ങൾ യഥാവിധി ജീവിതത്തിൽ പകർത്തുവാനും വിശ്വാസിയായി ജീവിച്ച് ഈമാനോടെ മരിക്കുവാനും പരിശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മിക്കുകയാണ്. പരമവൈദിയായ നാഥൻ അവനെ ഭയപ്പെട്ട് ജീവിക്കുന്ന മുത്തഖീങ്ങളായ ദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ അവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഓരോ മനുഷ്യന്റെയും കുട്ടിക്കാലം അവന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രാധാന്യം വഹിക്കുന്ന ഒരു സമയമാണ്. ഒരു വ്യക്തിയുടെ ജീവിതം എങ്ങനെയായിരിക്കണം എന്ന് തീരുമാനിക്കുന്നത് അതിൻ്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സും സന്നിവേശിപ്പിക്കപ്പെടുന്ന ജീവിതത്തിലെ ഏറ്റവും പ്രധാന ഘട്ടം എന്ന് പറയുന്നത് അവന്റെ കുട്ടിക്കാലമാണ്. ഓരോരുത്തരുടെയും കുട്ടിക്കാലമാണ്. ഒരു വിദ്യാർത്ഥിയുടെ അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ തന്നെ സ്വഭാവ രൂപീകരണം നടക്കുന്നത് ഈ ഘട്ടത്തിലാണ്. അതുകൊണ്ട് രക്ഷിതാക്കൾ ഏറ്റവും കൂടുതൽ മക്കളെ ശ്രദ്ധിക്കേണ്ടത് കുട്ടികൾ സ്വയം അവരുടെ ജീവിതത്തിന് ഒരു ശീലം നിശ്ചയിക്കേണ്ടത് ഈ കുട്ടിക്കാലത്താണ് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ഏറ്റവും വലിയ പങ്ക് നിർവഹിക്കേണ്ടത് തീർച്ചയായിട്ടും രക്ഷിതാക്കൾ തന്നെയാണ്. അവർ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന എൻവയറൻമെന്റ്, സാഹചര്യങ്ങൾ, ചുറ്റുപാടുകൾ, അനുഭവങ്ങൾ, ഇതൊക്കെയാണ് ആ കുട്ടിയുടെ ഭാവി എങ്ങനെയൊക്കെ ആയിരിക്കും, എന്തായിരിക്കും എന്ന് നിശ്ചയിക്കുന്നത്. അതുകൊണ്ട് തന്നെ രക്ഷിതാക്കളോട്, വിശ്വാസികളോട് ഖുർആൻ വളരെ ഗൗരവത്തോടു കൂടി ഈ ഒരു കാര്യത്തിന്റെ ഉത്തരവാദിത്തം ഉണർത്തുന്നുണ്ട്. വിശുദ്ധ സൂറത്തുൽ തഹ്രീം 66-ാമത്തെ അധ്യായം 6-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്നത് യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് ഖുർആൻ പറയുന്നു ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ, നിങ്ങളെ സ്വയവും അതോടൊപ്പം നിങ്ങളുടെ സ്വന്തക്കാരെയും നരകത്തിൽ നിന്ന് കാക്കുക. നമ്മുടെ ഓരോരുത്തരുടെയും ശരീരത്തെ നരകത്തിൽ നിന്ന് രക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇല്ല എങ്കിൽ അതിന്റെ ദുരന്തം അനുഭവിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. എന്നാൽ നമ്മുടെ പേഴ്സണലായ കാര്യത്തിൽ മാത്രമല്ല, മക്കളുടെ കാര്യത്തിലും നമുക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. നിങ്ങളെയും നിങ്ങളുടെ സ്വന്തക്കാരെയും, സ്വന്തക്കാരെന്ന് പറയുമ്പോൾ നമ്മുടെ ഭാര്യ, മക്കൾ, നമ്മുടെ
ഏറ്റവും നമ്മുടെ ചുറ്റും ഒരു വൃത്തം വരച്ചാൽ ആ വൃത്തത്തിനകത്ത് ഏറ്റവും ചെറിയൊരു വൃത്തം നമ്മൾ വരക്കുമ്പോൾ ആ വൃത്തത്തിനകത്ത് ഉൾക്കൊള്ളുന്ന നമ്മളുമായി ഏറ്റവും ബന്ധപ്പെട്ട ആളുകൾ, അതിനപ്പുറത്തേക്ക് ആ വൃത്തം വലുതാവുന്നതിനനുസരിച്ച് നമ്മുടെ ബന്ധത്തിന്റെ വ്യാപ്തിയും ഉത്തരവാദിത്വത്തിന്റെ തോതും കൂടി കൂടി വരും. എന്നാൽ ഏറ്റവും അടുത്ത ഉത്തരവാദിത്വം നമ്മളുമായി ഏറ്റവും അടുത്ത് കിടക്കുന്നവരോടാണ്. അവരെ നിങ്ങൾ നരകത്തിൽ നിന്ന് കാക്കുവാൻ വേണ്ടി എത്രത്തോളം പരിശ്രമിക്കുന്നുണ്ടോ അതുപോലെ അവർക്ക് വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുക. ഇന്ന് ആധുനികത എല്ലാ ആളുകളെയും പിടികൂടിയിരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ നമ്മളെ വിശ്വാസികളായ ആളുകളോടും ആളുകളുടെ മനസ്സിലൊക്കെ ഇങ്ങനത്തെ ഒരു തോന്നല്, ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്, ഇനി അവനായി അവന്റെ പാടായി, അവന്റെ കാര്യത്തിൽ എനിക്ക് പറയാനേ പറ്റൂ, അതിനപ്പുറത്ത് എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഒന്നോ രണ്ടോ തവണ പറഞ്ഞ് കാര്യങ്ങൾ അവസാനിപ്പിക്കുന്നിടത്തേക്ക് നമ്മുടെ ആളുകൾ കൂടി പുരോഗമനത്തിന്റെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് വരുന്ന ഒരു പ്രത്യേക കാലഘട്ടത്തിലാണ് നമ്മൾ ഉള്ളത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ഒരുപാട് ഉത്തരവാദിത്തം ഈ വിഷയത്തിലുണ്ട്, ഒരുപാട് ബാധ്യതകളുണ്ട്. പിന്നെയും പിന്നെയും ഒരു പക്ഷെ അവൻ പറയേണ്ടി വരും. വെറും പറയലിൽ അത് തീരുകയില്ല. കർശനമായ ചില നിർദ്ദേശങ്ങൾ ചിലപ്പോൾ നൽകേണ്ടി വരും. അതിനപ്പുറത്ത് സാക്ഷിക്കേണ്ടിടത്ത് സാക്ഷിക്കുവാനും അതോടൊപ്പം തന്നെ ഒരു പക്ഷേ അവന്റെ ഒരു സ്നേഹം നിലനിർത്തിക്കൊണ്ട് തന്നെ അവനുമായുള്ള ബന്ധത്തിന് ഒരു വികാരം സൃഷ്ടിക്കാത്ത രീതിയിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച രീതിയിലുള്ള ശിക്ഷാ നടപടികളിലേക്കും ഈ ഒരു സന്ദർഭത്തിൽ പോകുന്നത് ഇസ്ലാം അനുവദിച്ചിട്ടുള്ള കാര്യമാണ്. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ നാടിന്റെ ചുറ്റുപാടും സാഹചര്യത്തിൽ ഉൾക്കൊള്ളുകയും വേണം. ഏതായാലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മതപരമായി തന്നെ ഇത് ബാധ്യതയാണ് എന്നുള്ളത് അടിസ്ഥാനപരമായി നമ്മൾ ഉൾക്കൊള്ളണം. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ പറയുന്നത്, ഇവിടെ പൂ എന്നുള്ള കൽപ്പന, നിങ്ങൾ രക്ഷിക്കുക, ഇതൊരു അമ്രാണ്, ഇതൊരു കൽപ്പനയാണ്, വിശ്വാസികളുടെ ബാധ്യതയാണ്. പണ്ഡിതന്മാർ പറയുന്നു, തെർബിയത്തുൽ അബ്നാ ഫർളൻ, മക്കളെ തെർബിയത്ത് ചെയ്യുക എന്നുള്ളത്, കൃത്യമായ പാരന്റിങ് നിർവഹിക്കുക എന്ന് പറയുന്നത്, പാരന്റിങ്ങും ആ പാരന്റിങ്ങിൽ വല്ല പാളിച്ചയും സംഭവിച്ചാൽ നമ്മൾ നിർവഹിക്കേണ്ടുന്ന റീപാരന്റിങ്, ചെറുപ്പത്തിൽ കിട്ടേണ്ടത് മക്കൾക്ക് കിട്ടാതിരുന്നാൽ, കൊടുക്കേണ്ടത് മക്കൾക്ക് കൊടുക്കാൻ പറ്റാതിരുന്നാൽ പിന്നീടാണ് ചിലരൊക്കെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണല്ലോ മനസ്സിലാക്കി വരിക. ചെറുപ്പത്തിൽ എനിക്ക് മക്കളെ സ്നേഹിക്കാൻ പറ്റിയില്ല, പരാതി പറയുന്ന രക്ഷിതാക്കളുണ്ട്. ചില ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞാൽ രക്ഷിതാക്കൾ എന്നിട്ട് പറയും, ഇങ്ങനെയൊക്കെ ആയിരുന്നു ചെയ്യേണ്ടിയിരുന്നതില്ലേ, എനിക്കത് അതൊന്നും ചെയ്യാൻ പറ്റിയില്ല, ഞാൻ എന്റെ മക്കളുമായിട്ട് ഒരു ഇന്റിമസി ഉണ്ടാക്കിയെടുത്തിട്ടില്ല, ഒരു ആത്മ ബിൽഡ് ചെയ്തിട്ടില്ല, അവരും ഞാൻ തമ്മിൽ നല്ലൊരു ബന്ധത്തിലല്ല, ഞാൻ പറയുന്നവർ കേൾക്കാറില്ല, അവരും ഞാൻ തമ്മിൽ ഒരുപാട് അകലത്തിലാണ് എന്നൊക്കെ പലപ്പോഴും സംഗമം പറയുന്ന പൊട്ടിക്കരിയുന്ന രക്ഷിതാക്കളുണ്ട്. അവർക്കും സാധിക്കും ഒരു റീപാരന്റിങ്ങിലൂടെ നഷ്ടപ്പെട്ടതൊരു അല്പമൊക്കെ തിരിച്ചു കൊടുക്കുവാൻ വേണമെങ്കിൽ നമുക്ക് പറ്റും. അത് നിർവഹിക്കണം, അത് ഫർളാണ്. ഫർളൻ എന്നിട്ടോ ഏതുപോലെ ഫർള് സ്വലാത്തി, നമസ്കാരം ഫർളാണല്ലോ, അതുപോലെ ഫർളാണ് തെർബിയത്തുൽ അബ്നാ, മക്കളെ നല്ലവർക്ക് വളർത്താൻ നല്ലത്. വസകാത്തി, സകാത്ത് പോലെ ഫർളാണ്. വസ്സൗമി വൽ ഹജ്ജി, നോമ്പും അതേപോലെ ഹജ്ജും ഒരു വിശ്വാസിക്ക് എങ്ങനെ നിർബന്ധമാണോ അതുപോലെ നിർബന്ധമാണ് തെർബിയത്തുൽ അബ്നാ. യുസാബു ഫാഇലുഹു വയുആഖിബു താരിഖുഹു, അത് ചെയ്യുന്നവന് അതിന്റെ കൂലിയും കിട്ടും, അത് ചെയ്യാത്തവർക്ക്, അത് കൃത്യമായി നിർവഹിക്കാത്തവർക്ക് അതിന്റെ ശിക്ഷയും കിട്ടും. അപ്പൊ അതിന്റെ ഗൗരവം എത്രയാണ്? അത്രയും ഉത്തരവാദിത്വം ഇസ്ലാമിനെ പഠിപ്പിച്ചിട്ടുണ്ട്. കാരണം എന്താ പറയുക, അത്രയും വലിയൊരു ബാധ്യതയാണ്. ഇന്ന് പാരന്റിങ്ങിൽ പറയപ്പെടുന്ന ഒരു ആശയം, ലോകത്ത് ഏറ്റവും റിസ്കി ജോബ്, ഏറ്റവും പ്രയാസമുള്ള പണി ശരിയായ അർത്ഥത്തിൽ പാരന്റിങ് നിർവഹിക്കുക എന്നുള്ളതാണ്. അതൊരു ചില്ലറ കാര്യമില്ല. അതുകൊണ്ടാണല്ലോ അല്ലാഹുവിന്റെ റസൂല് അത്രയും പ്രതിഫലം ഇതിന് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ നമുക്ക് ഇങ്ങനെ വായിക്കാൻ സാധിക്കും, മൻ ആല ജാരിയത്തെ, ആരെങ്കിലും രണ്ട് പെൺകുട്ടികളുടെ പാരന്റിങ്, പെൺകുട്ടികളെ നബിസ്വല്ലല്ലാഹു പ്രത്യേകം എടുത്തു പറയാൻ കാരണം അന്നും ഇന്നും പെൺകുട്ടികളുടെ പാരന്റിങ് നിർവഹിക്കുക എന്ന് പറയുന്നത് കുറച്ചും കൂടി റിസ്ക് ആണ്. അന്നത്തെ കാലത്ത്
പറയുന്ന കാലത്ത് പെൺകുട്ടി ഒരു വീട്ടിലുണ്ട് എന്ന് പറയുന്നത് പോലും തെറ്റായിട്ടാണ് ഗണിക്കപ്പെട്ടിരുന്നത്. അതുകൊണ്ടായിരുന്നല്ലോ അന്ന് ചിലരെങ്കിലും പെൺകുട്ടി ജനിച്ചു എന്നറിഞ്ഞാൽ കുഴിച്ചു മൂടിയിരുന്നത്. എന്നാൽ ഇന്ന് പ്രത്യക്ഷത്തിൽ അങ്ങനെ ഒന്നും ഇല്ലെങ്കിലും ആളുകളുടെ മനസ്സിൽ ഭാര്യ പ്രസവിച്ചു എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ ചോദ്യം കുട്ടി ഏതാണ്? ഈ ചോദിക്കുന്നത് എന്തിനാ? അത് ഉള്ളിൽ പറയുന്ന ആളുടെ മനസ്സിലും പറയുന്ന ആൾക്കും ഒരു പ്രയാസമുണ്ട്, കേൾക്കുന്ന ആൾക്കൊരു ആകാംക്ഷയുണ്ട്, ഓന് കിട്ടിയത് ഏതാണ് എന്നറിയാൻ വേണ്ടിയിട്ട്. അള്ളാഹുവിന്റെ നിയമത്ത് ആൺകുട്ടിയിലാണോ പെൺകുട്ടിയിലാണോ അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. എത്രയോ രക്ഷിതാക്കൾ പറയാറുണ്ട്, അൽഹംദുലില്ലാഹ് എന്റെ 3 പെൺകുട്ടികളെ കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്, അല്ലെങ്കിൽ എന്റെ ഒരു മോൻ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ കഴിച്ചായി വരുന്നത്. 2 ആൺകുട്ടികളുണ്ടെങ്കിൽ ഓരൊക്കെ ആരെയും മോശാക്കാനോ ആരെയും ഇതാക്കാനോ അല്ല പറയുന്നത്. പക്ഷെ പല രക്ഷിതാക്കളും 2 ആൺകുട്ടികളുടെ ഓലൊക്കെ കല്യാണം കഴിച്ച് ഓലെ പാട് നോക്കിപ്പോയി, അൽഹംദുലില്ലാഹ് ഒരു മോളുണ്ട്, ഇന്റെ കാര്യത്തിന് ഓലെ കിട്ടാറുള്ളൂ എന്നിരുന്നിട്ട് ആൺകുട്ടികളെ മോശമാണ്. അതുകൊണ്ട് അർത്ഥമല്ല, അള്ളാഹു ഉദ്ദേശിച്ച രീതിയിലാണ് കാര്യങ്ങൾ നടക്കുക. ഏതിലാണ് നിഅമത്ത്, ഏതിലാണ് ഖൈർ നമുക്ക് പറയാൻ പറ്റൂല. പെൺകുട്ടിയായി എന്നുള്ളത് കൊണ്ട് അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നതിന് ഒരു ക്ഷീണം ഉണ്ടാവണ്ട. ആൺകുട്ടിയാന്ന് പറയുമ്പോ എന്താണ്, ഭാര്യ പ്രസവിച്ചു എന്ത് കുട്ടിയാന്ന് ചോദിക്കുമ്പോ അൽഹംദുലില്ലാഹ് ആൺകുട്ടിയാണ് എന്ന് പറയുന്ന അതേ ഉഷാറ് അൽഹംദുലില്ലാഹ് പെൺകുട്ടിയാണ് എന്ന് പറയുന്നതിനുണ്ടാവണം. ആൺകുട്ടിയാണെന്ന് പറയുമ്പോൾ അൽഹംദുലില്ലാഹ് ഒരു കനം കൂടിയതും, പെൺകുട്ടിയാണെന്ന് പറയുമ്പോ ഉള്ള അൽഹംദുലില്ലാഹ് ഒരു കനം കുറഞ്ഞതും ആവേണ്ടതില്ല. അള്ളാഹു ഏതാണ് ഖൈറ് വെച്ചത് നമുക്ക് കിട്ടും. അള്ളാഹു റസൂൽ ഇവിടെ പഠിപ്പിക്കുന്നത് അങ്ങനെ 2 പെൺകുട്ടിയെ ഒരാൾ കൃത്യമായി അവർക്ക് നൽകേണ്ട അവകാശങ്ങൾ നൽകിക്കൊണ്ട് നല്ല നിലക്ക് വളർത്തിയാൽ അവർക്ക് മുന്നോട്ടുന്നത് വരെ ഞാനും അവനും പരലോകത്ത് ഇങ്ങനെയായിരിക്കും എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ 2 വിരലുകളെ ചേർത്ത് വെച്ചു. ഞാനും അവനും നാളെ പരലോകത്ത് സ്വർഗത്തിൽ ഇങ്ങനെയായിരിക്കും. അഥവാ അള്ളാഹുവിന്റെ റസൂലിന് ലഭിക്കുന്ന അത്രയും ഉന്നതമായ ഒരു പദവി ഈ പെൺകുട്ടിക്ക് വേണ്ടി അല്ലെങ്കിൽ തന്റെ കുഞ്ഞിന് വേണ്ടി ത്യാഗം സഹിച്ച ആ രക്ഷിതാവിന് കിട്ടും എന്നാണ് നബി സല്ലല്ലാഹു പഠിപ്പിക്കുന്നത്. അത്രയും വലിയ പ്രതിഫലം, അതൊരു ഉത്തരവാദിത്തമാണ്, അതിന് അത്രയും വലിയ പ്രതിഫലവും ഉണ്ട്. അവിടെ ഉപ്പയൊന്ന് മനസ്സിലാക്കാൻ ഞാൻ പറഞ്ഞല്ലോ, സ്വഭാവ രൂപീകരണം നടക്കുന്നത് ഒരു പരിധി വരെ ഗർഭാവസ്ഥയിലും അത് കഴിഞ്ഞാൽ ജനിച്ചതിന് ശേഷമുള്ള കുറച്ച് കാലങ്ങളിലുമാണ്. പരമാവധി 7 വയസ്സ് വരെ അതിന്റെ ഇടയ്ക്ക് കുട്ടി എന്താണ് എന്നൊക്കെ തീരുമാനിക്കപ്പെട്ടു കഴിഞ്ഞു. ഇന്ന് മോഡേൺ സൈക്കോളജി പറയുന്നത് ഗർഭാവസ്ഥയിൽ ഒരമ്മ ഗർഭിണിയായിരിക്കുകയാണ്. ആ ഉമ്മ കേൾക്കുന്നത്, കാണുന്നത്, അനുഭവിക്കുന്നത്, ആ കുട്ടിയുടെ ഉപ്പയുമായുള്ള സംസാരം, വീട്ടിലെ ഇടപെടലുകൾ, ഇതൊക്കെയാണ് ആ കുട്ടിയെ സ്വാധീനിക്കുന്നത്. ഏത് ഗർഭാവസ്ഥയിൽ ഒരു കുട്ടിയുടെ സ്വഭാവത്തെ അടക്കം ഈ കുട്ടിയുടെ സാഹചര്യം സ്വാധീനിക്കുന്നുണ്ട്. അത്രയും ശ്രദ്ധിക്കേണ്ട കാര്യമാണിത്. കുട്ടിയായിട്ടുള്ള പ്രൊഡക്റ്റ് കയ്യിൽ കിട്ടിയിട്ട് നോക്കിയാൽ പോരാ, അതിന്റെ മുമ്പ് തന്നെ നോക്കണം എന്നർത്ഥം. അത്രയും ഗൗരവത്തോടുകൂടി ഇന്ന് ഇതിൽ ചിലപ്പോ ഉപ്പമാര് ചിലര് നല്ല ഉഷാറായിരിക്കും, ചില വീട്ടിൽ ഉമ്മമാര് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കൂല, ചില വീട്ടിൽ ഉമ്മമാര് നല്ല ശ്രദ്ധ കൊടുക്കും, ഉപ്പമാർക്ക് വേണ്ടത്ര ശ്രദ്ധ ഉണ്ടാവില്ല. എന്നിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തും. അന്റെ വല്ല കുട്ടി അറിയില്ല, ഹസ്ബൻഡ് വൈഫിനോട്, ഉമ്മ കുട്ടിന്റെ ഉപ്പ ഉമ്മാനോട്. അപ്പോ അവരിങ്ങോട്ട് തിരിച്ചു പറയും, നിങ്ങളത് കണ്ടല്ലേ കുട്ടി പഠിക്കുന്നത്. ഇങ്ങനെ കുടുംബത്തിൽ ഉണ്ടാകുന്ന ക്ലാഷ് ഉണ്ടല്ലോ, ബ്രോക്കൺ ഫാമിലിയിൽ ഉണ്ടാകുന്ന ഇത്തരം സംസാരങ്ങള്, ഇത് കുട്ടികളെ ബാധിക്കും. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്താൻ പാടില്ല. പരസ്പരം എന്തെങ്കിലും വിഷയം, ഇപ്പൊ ചിലപ്പോ ചില കാര്യങ്ങളെ കുറിച്ച്, കുട്ടിയുടെ എന്തെങ്കിലും ഒരു യാത്രയെ കുറിച്ച്, കുട്ടിയുടെ പഠനത്തെ കുറിച്ച്, കുട്ടിയുടെ സ്വഭാവത്തെ കുറിച്ച് ഉപ്പാക്കും ഉമ്മാക്കും ചിലപ്പോൾ 2 അഭിപ്രായങ്ങൾ ഉണ്ടാകും. ഇതാണ് നല്ലത് എന്ന് ഉപ്പ പറയും, അല്ല മറ്റതാണ് നല്ലത് എന്ന് ഉമ്മ പറയും. അങ്ങനെയാകുമ്പോ അത് നമ്മൾ ഉപ്പയും ഉമ്മയും സ്വകാര്യമായി ഇരുന്നിട്ടാണ് തീരുമാനിക്കേണ്ടത്. കുട്ടികൾക്കിടയിൽ ഇത്തരം വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസം കാണിക്കുവാനോ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തി സംസാരിക്കുവാനോ ഒരിക്കലും പാടില്ല. അത് തീർച്ചയായിട്ടും കുട്ടിക്ക് ഒരു അരക്ഷിത ബോധം ഉണ്ടാക്കുവാൻ കാരണമാകും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബെഡ്റൂമിൽ വെച്ച് സംസാരിച്ച് ക്ലിയർ ആക്കുക എന്നുള്ളതല്ലാതെ കുട്ടികൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കാൻ പാടില്ല. അത് നമ്മൾ ഗൗരവകരമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യമാണ്. ഭാവിയിൽ നമ്മളെ നോക്കണമെങ്കിൽ ഇവര് വേണം.
എന്നുള്ളതല്ല ശരി. അവര് നമ്മളെ നോക്കുന്നത് നമ്മൾക്ക് വേണ്ടിയിട്ടല്ല, അവരുടെ ഉത്തരവാദിത്തമാണ്. ഇന്ന് അവരെ നമ്മൾ നോക്കുക എന്നുള്ളത് നമ്മളുടെ ഉത്തരവാദിത്തമാണ്. ഇടക്കിടക്ക് ചിലർ ചോദിക്കും, ഈ ഉണ്ടാവില്ല എന്നെ നോക്കാന്, എനിക്ക് അത്യാവശ്യം നേരത്തെ വെള്ളം തരാണ്ടാവൂലേ, എനിക്ക് കൈമ ചെല്ലി തരാണ്ടാവൂലേ, എനിക്കെന്തെങ്കിലും ഇടങ്ങേറിനാവുമ്പോൾ സഹായിക്കാണ്ടാവൂലേ. ഇത് അവരുടെ ഉത്തരവാദിത്തമാണ് എന്ന് പറഞ്ഞ തലയിൽ അടിച്ചേൽപ്പിക്കേണ്ടതില്ല. നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ ഡ്യൂട്ടി, അള്ളാഹു നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തമാണ്. അവർക്ക് നമ്മൾക്ക് സാധിക്കുന്ന രീതിയിൽ നമുക്ക് സാധിക്കുന്ന രീതിയിലുള്ള ഒരു ജീവിത സൗകര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളത് നമ്മൾ ഉത്തരവാദിത്തമാണ്. നമ്മൾ ചെയ്യാം. മറ്റോ ഉപ്പാനെ നോക്കുക എന്നുള്ളത്, ഉമ്മാനെ ശ്രദ്ധിക്കുക എന്നുള്ളത്, ഉമ്മാന്റെ കാൽക്കീഴിലാണ് സ്വർഗം എന്നുള്ളത്, അത് ആ കുട്ടിയെ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അത് പഠിക്കാനുള്ള സന്ദർഭങ്ങളും സാഹചര്യങ്ങളും കുട്ടികൾക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അല്ലാതെ നമ്മള് ഇന്നെ നോക്കണട്ടോ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞാല് അത് നടന്നോളുന്നില്ല. അതിന് നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ ഉപ്പാനും ഉമ്മാനും നമ്മളെ വീട്ടില് എങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് അവര് കണ്ടുപഠിക്കുന്നുണ്ടല്ലോ. അതിൽ നിന്ന് അവര് കൃത്യത്തിൽ പഠിച്ചോളും. മക്കള് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് നമ്മൾ പറഞ്ഞു കൊടുത്തത് കേട്ടിട്ടല്ല. സാധാരണ പറയാറുണ്ട്, മക്കൾ അനുസരിക്കുകയല്ല അനുകരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞതല്ല മക്കൾ അനുസരിക്കുക, മറിച്ച് എന്താണോ നമ്മൾ ചെയ്യുന്നത് അത് ഭാവിയിൽ മക്കളും ചെയ്യും. അതുകൊണ്ട് ആ രീതിയിൽ നല്ല സാഹചര്യം നമ്മൾ വീട്ടുണ്ടാക്കി കൊടുക്കുക. നമ്മൾ നമ്മുടെ മക്കളെ നോക്കുക. അത് നമ്മൾ കൃത്യമായിട്ട് നിർവഹിച്ചാൽ അള്ളാഹുവിന്റെ തൗഫീഖ് അവർക്കുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അവർ നമ്മളെയും നോക്കും. അതിന് നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ, മനഃശാസ്ത്രപരമായിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ, അതേപോലെ തന്നെ ഹദീസിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ, ഖുർആൻ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ നമ്മൾ സമയവും സന്ദർഭവും കണ്ടെത്തണം. പണ്ട് ചെയ്തത് പോലെ അല്ലല്ലോ നമ്മളെ ഇന്നത്തെ കാര്യങ്ങൾ. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അഭ്യസിച്ച് ചെയ്യുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും നമ്മൾ ആവശ്യങ്ങളൊക്കെ പഠിച്ചെടുക്കുന്നു. പക്ഷെ ഈ വിഷയത്തിൽ മാത്രം പലപ്പോഴും അതൊന്നും പഠിച്ചവര് പറയും, എന്റെ ഉപ്പി ഉമ്മിയൊന്നും പെണ്ണിയൊന്നും വളർത്തിയത് ഇതൊന്നും പഠിച്ചിട്ടല്ലോ, പാരന്റിങ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടല്ലോ, അതുകൊണ്ട് അതങ്ങനെ നടന്നു പോയിക്കോളും. നമ്മൾ ഇന്ന് പല കാര്യങ്ങളും പഠിച്ചെടുക്കുന്നുണ്ട് എങ്കിൽ ഇത് പഠിക്കേണ്ടത് ഉത്തരവാദിത്തം, നമ്മുടെ ഉത്തരവാദിത്തം മനസ്സിലാക്കാം. ആ തെർബിയത്തു ഇൽമുൻ ലൈസത്ത് വറാസത്തുൻ, തെർബിയത്തുൽ അബ്നാഅ്, പാരന്റിംഗ് എന്ന് പറയുന്നത് അത് നമുക്ക് അതൊരു ഇൽമാണ്. ലൈസത്ത് വറാസ, ഇൽമ് എന്ന് പറഞ്ഞാൽ നമ്മൾ പുതുതായി പഠിച്ചെടുക്കുന്ന ഒരു കാര്യമാണ്. ലൈസത്ത് വറാസ, അനന്തരമായി നമുക്ക് ലഭിക്കുന്ന ഒന്നല്ല അത്. എന്ന് വെച്ചാൽ ഒരാൾ ഉപ്പയാകുന്നതോട് കൂടി അയാൾ ഒരു നല്ല പാരന്റ് ആയിക്കൊള്ളണമെന്നില്ല. നല്ല പാരന്റ് ആവണമെങ്കിൽ അത് അയാൾ പഠിച്ചെടുക്കുവാൻ തയ്യാറാവണം. അത് പ്രാക്ടീസ് ചെയ്ത് പഠിച്ചെടുക്കുമ്പോഴാണ് അയാൾ ഒരു നല്ല ഉത്തരവാദിത്വ ബോധമുള്ള രക്ഷിതാവായി മാറുന്നത് എന്നതാണ് പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നത്. അപ്പൊ നമ്മുടെ വീട്ടിൽ അതേപറ്റി ഒരു സാഹചര്യം ഉണ്ടാവണം. കുട്ടിയെ കേൾക്കാൻ, കുട്ടി പറയുന്നത് കേൾക്കാൻ അവസരം വീട്ടിലുണ്ടാക്കി കൊടുക്കണം. ഒന്നിച്ചൊരു സിറ്റിംഗ് നടക്കണം. നമ്മളൊരു നല്ല കേൾവിക്കാരനായിരിക്കണം. നമ്മൾ അങ്ങോട്ട് കൽപ്പിക്കൽ മാത്രം. ചില വീട്ടിലൊക്കെയുള്ള സ്ഥിതി അതാ, ഞാൻ പറഞ്ഞത് കേട്ടാൽ മതി. അതിന്റെ കൂടെ ചിലപ്പോൾ മര്യാദക്കുള്ള വേടൊക്കെ ഉണ്ടാവും. ആ കുട്ടി പറയും, ഇന്ന് അതിന്റെ കൂട്ടത്തിൽ ചില രക്ഷിതാക്കൾ അതും പറയും, ഞാനാണല്ലോ എനിക്ക് തിന്നാൻ തരുന്നത്, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കേട്ടാൽ മതി. കുട്ടി അത് തിരിച്ച് അപ്പൊ പറഞ്ഞാലും പിന്നെ പറയും, ഞാൻ തിന്നാൻ തരുന്ന ഒരു കാലം വരും, അന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾ കേൾക്കേണ്ടി വരുന്നുള്ളത്. അങ്ങനെയല്ല മക്കളോട് പറയേണ്ടത്. വളരെ ഒരു നല്ല അന്തരീക്ഷത്തിൽ, സൗഹാർദ്ദപരമായ അന്തരീക്ഷത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഷൂറ, അത് കുടുംബത്തിൽ നടക്കേണ്ട കാര്യം. എന്നിട്ടാണ് പിന്നെ ഷൂറൊക്കെ ഗവൺമെന്റ് തലത്തിലും കമ്മിറ്റിയിലും ഒക്കെ നടക്കേണ്ടത്. പിന്നെയാണ് ആദ്യം ഷൂറ നടക്കേണ്ടത് കുടുംബത്തിലാണ്. ആര് തമ്മിൽ? ഉപ്പയും ഉമ്മയും തമ്മിലുള്ള ഷൂറ, ഉപ്പയും ഉമ്മയും മക്കളും തമ്മിലുള്ള ഷൂറ, കുടുംബങ്ങൾ ഒന്നിച്ചിരുന്നുള്ള ഷൂറ. കൂടിയാലോചന നടക്കണം. നമ്മള് നാളത്തെ പരിപാടിക്ക് എങ്ങനെയാ പോകേണ്ടത്, വെക്കേഷൻ നമ്മൾ എന്താ പ്ലാൻ ചെയ്യേണ്ടത്, മോന് 10ാം ക്ലാസ് കഴിഞ്ഞ് എടുക്കാൻ പറഞ്ഞയക്കേണ്ടത്, പിന്നെ മദ്രസയിൽ പോകുമ്പോ അതിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, ഇങ്ങനെ ഓരോ കാര്യത്തിലും കൂടിയാലോചനയില്ല. ഇത് ഒരാളോട് പ്രഖ്യാപിക്കുക, മറ്റൊരാളെ അനുസരിക്കുക, അതല്ല ഇസ്ലാമിന്റെ രീതി. കൂടിയാലോചന നടത്തണം. അവർക്ക് പറയാനുള്ളത് കേൾക്കാനുള്ള സമയം നമ്മൾ ഉണ്ടാക്കി വെക്കണം. അതിന് നമുക്ക് നല്ല ക്ഷമ വേണം. ചിലര് പറയാൻ വേണ്ടി പറഞ്ഞ് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും ഓർക്കൊക്കെ പറയാൻ അവസരം കൊടുത്താൽ എങ്ങനെയാണെന്ന് പറഞ്ഞ് ചാടുന്ന പ്രകൃതാണെങ്കിലോ, നല്ല ക്ഷമ വേണ്ട ഒന്നാണ് നല്ല രീതിയിൽ മക്കളെ വളർത്തുക എന്നുള്ളത്. നല്ല ക്ഷമ വേണം. അപ്പൊ പറയുന്നത് കേൾക്കാൻ നമുക്ക് ക്ഷമ വേണം, അത് കേട്ടുകൊടുക്കണം. അങ്ങനെയാകുമ്പോഴാണ് മക്കൾ ഉത്തരവാദിത്ത ബോധമുള്ളവരായി മാറുക. പല വീട്ടിലും
മക്കൾക്ക് ഒന്നും ചെയ്യേണ്ടതില്ല. ഒരു ഉത്തരവാദിത്ത ബോധം എന്ന് പറയുന്നത് ചെറുപ്പത്തിൽ തന്നെ മക്കൾക്ക് ഉണ്ടാക്കിയെടുക്കേണ്ട ഒന്നാണ്. ഡ്യൂട്ടി ഡിവൈഡ് ചെയ്യുക. ഓരോ കുടുംബത്തിലും പിന്നെ മോള് ഒരു 3 മക്കളുണ്ടെങ്കിൽ 4 മക്കളുണ്ടെങ്കിലും ഓരോരുത്തരും ചെയ്യേണ്ട ഉത്തരവാദിത്തം എന്താണ്? ഇത് ചില രക്ഷിതാക്കൾ എല്ലാ കാര്യവും ഉമ്മമാരൊക്കെ 10ാം ക്ലാസ്സിലെത്തിയ മോൾക്ക് അടക്കം ചോറ് വാരി കൊടുക്കലും യൂണിഫോം അയൺ ചെയ്ത് കൊടുക്കലും ഒക്കെ ഉമ്മാന്റെ ഡ്യൂട്ടിയാ. എന്നിട്ട് ഇവളിങ്ങനെ ചോദിക്കുകയാണ്, എന്റെ ടൈ എവിടെ, അല്ലെങ്കിൽ എന്റെ ബാഗ് എവിടെ, എന്റെ പെൻസിൽ എവിടെ? അപ്പൊ ഉമ്മാന്റെ ജോലിയാണ്, അല്ലെങ്കിൽ വേറെ ആളുടെ ജോലികളൊക്കെ എടുത്തു കൊടുക്കല്. ഞാൻ പറയാം, സന്തോഷത്തോടു കൂടി സ്നേഹത്തോടു കൂടി ഒന്നിച്ച് ഭക്ഷണം കഴിക്കുമ്പോ ഉപ്പ ഉമ്മാന്റെ വായിക്കും, ഉമ്മ മോളെ വായിക്കും, മോൾ ഉപ്പാന്റെ വായിക്കും. ഒരു കഷ്ണം ചോറ്, ഒരു ഉരുള ചോറ്, ഒരു കഷ്ണം റൊട്ടി കൊടുക്കാം. അതൊക്കെ സ്നേഹത്തിന്റെ രീതിയാണ്. എന്നാൽ എല്ലാം ഞാൻ ചെയ്തു കൊടുത്തെങ്കിലേ ആവൂ. എന്നിട്ട് ചില വീട്ടിലേക്കൊക്കെ രാവിലെ 7 മണിക്കോ 8 മണിക്കോ ഒക്കെ ചെന്നാൽ പറന്ന് നടക്കുന്ന ഒരു ഉമ്മാനെ കാണാം. എന്താ, ചെറിയ മോൾക്ക് അത് വേണം, മറ്റേ മോൾക്ക് ഇത് വേണം, വീട്ടിലെ ഉപ്പാക്ക് എല്ലാം ഈ സഹോദരി ഓടിയിട്ട് വേണം. ഇവർക്ക് ഒന്നും ചെയ്യാൻ അറിയില്ല, ഒന്ന് മുറ്റമടിക്കാൻ അറിയില്ല, ഒരു ചായ ഉണ്ടാക്കാൻ അറിയില്ല, സ്വന്തം കാര്യങ്ങൾ, പേഴ്സണൽ കാര്യങ്ങൾ പോലും ചെയ്യാൻ അറിയില്ല. എന്നിട്ട് എല്ലാത്തിനും ഉത്തരവാദിത്വം. ഈ മക്കൾക്ക്, പുതിയ തലമുറയെ കുറിച്ച് പറയപ്പെടുന്നത് ഇത്തരം ഉത്തരവാദിത്വ ബോധങ്ങൾ. ആരും കുറ്റപ്പെടുത്താൻ വേണ്ടി പക്ഷെ മനസ്സിലാക്കണം, നമ്മൾ ഉത്തരവാദിത്വം നിർവഹിക്കുക എന്നുള്ളതിൽ ഏറ്റവും പിന്നിലാണ്. പിന്നെ അവർ എവിടെയാ ജീവിക്കുന്നത്? പലപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് പോലെ സോഷ്യൽ മീഡിയയിലെ വിസിബിലിറ്റിയിലാണ് നമ്മുടെ ന്യൂ ജനറേഷൻ പലപ്പോഴും ഉള്ളത്. ഇതപ്പോൾ മനസ്സിലാക്കാം. നമ്മുടെ പുതിയ തലമുറ, ന്യൂ ജനറേഷൻ എന്നറിയപ്പെടുന്ന തലമുറ ഇൻസ്റ്റഗ്രാമിൽ ഇപ്പോ നമ്മൾ പുറത്തേക്ക് അങ്ങനെ കാണാൻ സാധിക്കും. അവർ ജീവിക്കുന്ന ഒരു ലോകം. റീൽസ് ചെയ്യുക, സ്കൂളിൽ ഒരു ഇന്റർവെൽ സമയങ്ങളിൽ മൊബൈലൊന്നും പാടില്ല. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ഇത് പറ്റുന്ന സമയങ്ങൾ ഉണ്ടാകും. അല്ലെങ്കിൽ ഇവരൊന്ന് പുറത്തിറങ്ങി റീൽസ് ചെയ്യുക, അതിനു വേണ്ടിയിട്ട് നൃത്തം ചെയ്യുക, DJ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പുതിയ തലമുറ കാട്ടിക്കൂട്ടുന്ന കോപ്പറേറ്റ് തലങ്ങള്, അതിനുവേണ്ടി കൂടാരങ്ങൾ ഒരുക്കിയിട്ട് കാത്തിരിക്കുന്ന ടൂറിസ്റ്റ് കേന്ദ്രങ്ങള്, നേരെ നിൽക്കാൻ അറിയാത്ത ഒരു തലമുറ, ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുപോലെ ഒന്നിച്ച് ഒരു വിറയലിൽ അതിന് പറ്റിയ പാട്ടുകൾ, അതിന് പറ്റിയ സംവിധാനങ്ങൾ, അതിൽ മാത്രം അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രത്യേക തലമുറ. വല്ലാത്ത ഒരു പരീക്ഷണമായിട്ട് ചിലപ്പോൾ നമുക്കിത് തോന്നും. ഇവർക്ക് നേതൃത്വം നൽകുന്ന ആളുകൾ എഴുതി വിടുന്ന ചില പാട്ടുകളൊക്കെ കണ്ടാലും മാതാപിതാക്കളെ മാപ്പ്, ഇനി അങ്ങോട്ട് തന്നിഷ്ട കൂത്ത്. അവരുടെ ഇഷ്ടത്തിന് വേണ്ടി ഒരു തലമുറ അഴിച്ചുവിടുകയും അതിനു വേണ്ടി അവർക്ക് ആവേശം നൽകുന്ന രീതിയിലുള്ള ഗാനരചനകൾ നടത്തുകയും അത് നമ്മുടെ മക്കളടക്കം പാടി പാടി പറഞ്ഞുകൊണ്ടിരിക്കുകയും അതിനുവേണ്ടി തുള്ളിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു തലമുറയാണ്. അവർക്ക് അവരുടെ ഉത്തരവാദിത്തത്തെ കുറിച്ച് ഓർമ്മയില്ല. അവരുടെ വീട്ടിലുള്ള പ്രായം എന്ന മാതാപിതാക്കളെ കുറിച്ചുള്ള ബോധമില്ല. ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കേണ്ടത് ആരാണ്? രക്ഷിതാക്കളായ നമ്മളാണ്. ഉന്നം മറന്നൊരു പോക്ക് ഗുണപാഠങ്ങളോ മതിയാക്ക്. നമ്മൾ എങ്ങോട്ട് ഉപദേശിക്കുക? നിങ്ങളെ ഗുണപാഠങ്ങളൊക്കെ ഒന്ന് നിർത്ത്. ഉപദേശിച്ചാൽ അത് തന്തവയും, ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അത് തള്ളവയും. എന്തെങ്കിലും ഈ കാര്യത്തിൽ ഒരു കുട്ടി ഒരു അപകടത്തിൽ ചെന്ന് ചാടി ഇനി അത്തരം അഫയറിലൊന്നും കുടുങ്ങരുത് എന്ന് പറഞ്ഞാൽ അത് അമ്മാവും വൈകി. ഇവർക്കാർക്കൊന്നും ഉപദേശിക്കും. അള്ളാഹു റസൂൽ പഠിപ്പിച്ചതാണ് ഉപദേശം. ഉപദേശം വിശ്വാസികൾക്ക് ഗുണം ചെയ്യും. അതുകൊണ്ടാണല്ലോ നമ്മൾ എല്ലാ വെള്ളിയാഴ്ചയും ഇതുപോലെ കാര്യങ്ങൾ പറയുന്നത്. അധ്യാപകര് കാര്യങ്ങൾ ഉപദേശിക്കുന്നത്, രക്ഷിതാക്കള് കാര്യങ്ങൾ ഉപദേശിക്കുന്നത്. പക്ഷെ ഇന്ന് ഉപദേശിക്കാൻ പാടില്ല. അത്രേ ശരിക്കും ബോധമുള്ള ഒരു കുട്ടിയെ ഉപദേശിക്കുമ്പോൾ ഒരു രീതിയുണ്ട്. പേടിപ്പിച്ചിട്ടല്ല, ഞെട്ടിച്ചിട്ടല്ല, ഭയപ്പെടുത്തിയിട്ടല്ല. അള്ളാഹു റസൂല് ഉപദേശിച്ച രീതികളുണ്ടല്ലോ, സ്നേഹത്തോടു കൂടി മനോഹരമായി സാവകാശം അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അള്ളാഹു റസൂല് പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ. ഇപ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ അള്ളാഹു റസൂൽ ഉപദേശിച്ച അള്ളാഹു റസൂലിന്റെ പാഠങ്ങൾ സാർവകാലികവും സാർവജനീയവുമാണ്. അള്ളാഹു റസൂൽ പറഞ്ഞു, യാ ഗുലാം ഇന്നി ഉഅല്ലിമുക കലിമാത്തിൻ യഹ്ഫളില്ലാഹ യഹ്ഫളുക യഹ്ഫളില്ലാഹ തജിദുഹു തിജാഹക ഇദാ സഅൽത ഫസ്അലില്ലാഹ വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അടുത്ത് വിളിച്ചിട്ട് സ്നേഹത്തോടെ
ശരീരത്തിൽ ഒന്ന് ടച്ച് ചെയ്ത്, അതൊക്കെ അതിന്റെ ഒരു ഭാഗമാണ്. ഒരു റാപ്പ് ബില്ല് ചെയ്തതിനു ശേഷം കൗൺസിലിംഗിൽ പറയുന്നുണ്ട്, കൗൺസിലിംഗ് ആരംഭിക്കുന്നതിന് മുൻപ് ഒരു കൗൺസിലർ ചെയ്യേണ്ട ഒരു സ്റ്റെപ്പ് ഉണ്ട്. അതാണ് വിശ്വാസം അവിടെ കാണിച്ച ഇബ്രാഹിം അടുത്തേക്ക് വിളിച്ചു, എന്നിട്ട് തോളത്തിനെ പിടിച്ചു, അവനോടൊന്ന് പുഞ്ചിരിച്ചു, അവനോട് ചില കാര്യങ്ങൾ പതുക്കെ പതുക്കെ പറഞ്ഞെടുത്തു. അത് അവന് മനസ്സിലാകുന്ന ഭാഷയിൽ, അവന് മനസ്സിലാകുന്ന ബന്ധത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് യാ ഗുലാം, മോനെ. ഗുലാം എന്ന് പറഞ്ഞാൽ ഇയാളെ ചക്കാന്നല്ല അർത്ഥം. നമ്മൾ പറയാനുള്ളതിന് എന്താ എനിക്ക് പറഞ്ഞിട്ട് മനസ്സിലാക്കാത്തത് എന്ന് പറഞ്ഞിട്ട് മോൻ ഒരു ഇഷ്ടമില്ലാത്ത വേർഡാണ് ആദ്യം വിളിക്കുക, പിന്നെ പറയുന്നത് വെറുതെ. അങ്ങനെ ഒരു റാപ്പ് ബ്രേക്ക് ചെയ്തതിനു ശേഷം പിന്നെ പറഞ്ഞ ഒരു കാര്യമില്ല, ആ പറയേണ്ട രീതിയുണ്ട്. അത് ഈ ഇബ്നു അബ്ബാസിന്റെ വിഷയത്തിലും അതേപോലെ തന്നെ മുആദിബിനും ജബൽ ഉപദേശത്തിന്റെ വിഷയത്തിലൊക്കെ അത് നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. ആ സ്നേഹം വഴിഞ്ഞൊഴുകുന്ന ഭാഷയിൽ സാവകാശം അല്ലാഹുവിന്റെ റസൂല് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അങ്ങനെ ഒരു റാപ്പോ നമ്മൾ നമ്മുടെ മക്കളുടെ മുന്നിൽ നിലനിർത്തണം. നല്ലത് കേൾക്കാനും കാണാനും അവർക്ക് നമ്മൾ സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം. അതിന് നമ്മുടെ നാട്ടിലൊക്കെ എമ്പാടും പരിപാടികൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി MSMന്റെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഇത്തരം സംഗമങ്ങൾ നടക്കുന്നുണ്ട്. ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്. ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന മക്കൾക്ക് വേണ്ടിയുള്ള പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്. ഹയർ സെക്കൻഡറി കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്. ഇപ്പോ ഇതാ ഈ വരുന്ന ആഴ്ച ഇൻഷാ അല്ലാഹ് നമ്മുടെ നാട്ടിലൊക്കെയുള്ള പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി അതിമനോഹരമായ ഒരു കോൺഫറൻസ് മലപ്പുറം ജില്ലയുടെ അങ്ങേയറ്റത്ത് കുറ്റിപ്പുറത്ത് വെച്ച് നടക്കുന്ന സംസ്ഥാന തലത്തിലുള്ള പ്രോഗ്രാമാണ് നടക്കുന്നത്. നമ്മുടെ ജില്ലയിലാണ്. നമ്മുടെ നാട്ടിലുള്ള +2 കഴിഞ്ഞ് ഈ ഒരു ലെവലിലെത്തിയ ഡിഗ്രി മുതൽ അങ്ങോട്ടുള്ള പ്രത്യേകിച്ചും പ്രൊഫഷണൽ വിദ്യാർത്ഥികളെ മുഴുവനും അങ്ങോട്ട് എത്തിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് ഗൗരവം നമ്മൾ ആലോചിക്കാൻ പറഞ്ഞല്ലോ. നല്ലത് കാണാനും കേൾക്കാനും അനുഭവിക്കാനുമാണ് നമ്മുടെ മക്കൾക്ക് അവസരം നൽകുന്നത് എങ്കിൽ അവരുടെ ബ്രെയിൻ ആകുന്ന ടാങ്ക് നല്ലത് കൊണ്ട് ഫില്ല് ചെയ്യപ്പെടും. അതിന് പകരം ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് കരണ്ട് കൊണ്ട് ഏതോ തൊപ്പിക്കാരന്റെ വൃത്തികെട്ട ലാംഗ്വേജ് കേട്ടുകൊണ്ട് അവരുടെ ജീവിതം ഇൻഫ്ലുവൻസേഴ്സ് എന്ന പേരിൽ കാട്ടിക്കൂട്ടുന്ന കോപ്രാട്ടിത്തരങ്ങള് ഓൺലൈനിൽ ചെന്നാൽ നമുക്ക് നമ്മൾ സൊസൈറ്റിയിൽ നമ്മൾ കാണുകയാണല്ലോ. എന്തെല്ലാം തോന്നിവാസങ്ങൾ. എന്നിട്ട് അവരാണ് നമ്മുടെ മക്കളുടെ ഇൻഫ്ലുവൻസർ. അവരുടെ പിന്നാലെ നമ്മുടെ മക്കള് ഒഴിവ് ദിവസങ്ങളിൽ ഫ്രീ ടൈമിൽ വീട്ടിനകത്തിരുന്നു കൊണ്ട് ഇതിന്റെ പിന്നാലെ കൂടുന്ന നമ്മുടെ പുതിയ തലമുറക്ക് അതൊക്കെ കുറച്ച് സമയം മാറ്റി, അതൊന്നും ഇല്ലെങ്കിലും നമ്മുടെ വൈബിന് കുറവുണ്ടാവില്ല എന്ന് മനസ്സിലാക്കി കൊടുക്കുവാനുള്ള ഏറ്റവും മനോഹരമായ, ഏറ്റവും സുന്ദരവും ശാസ്ത്രീയവുമായ രീതിയിൽ സംവിധാനിച്ചിരിക്കുന്ന പ്രോഗ്രാമാണ് പ്രോഫ് കോൺ എന്ന് പറയുന്നത്. ഇൻഷാ അല്ലാഹ് 13, 14, 15 തീയതികളിൽ കുറ്റിപ്പുറത്ത് നടക്കാൻ വേണ്ടി പോവുകയാണ്. +2 കഴിഞ്ഞ് നമ്മുടെ വിദ്യാർത്ഥികളൊക്കെ ബോയ്സിനെയും ഗേൾസിനെയും സംവിധാനങ്ങൾ MSM ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി അതിൽ വാഹനത്തിന്റെ സംവിധാനത്തിൽ വലിയ പോരായ്മകൾ ഉണ്ടെങ്കിൽ നമ്മുടെ കാരണവന്മാർ അത് ഏറ്റെടുത്ത് പരിഹരിക്കണം. അവരുടെ പ്രശ്നങ്ങൾ നമ്മൾ പരിഗണിക്കണം. അവർ നമ്മൾ അങ്ങോട്ട് എത്തിക്കാൻ വേണ്ടി എന്താണോ ചെയ്തു കൊടുക്കേണ്ടത് അത് നമ്മൾ ചെയ്തു കൊടുക്കണം. അങ്ങനെ നമുക്ക് ചെയ്യേണ്ടത് നമ്മൾക്ക് ചെയ്തു കൊടുക്കാതെ നമ്മൾ ഈ തലമുറയെ കുറ്റം പറഞ്ഞ കാര്യമില്ല. അവരുടെ ലോകം അതാണ്. അവർ ആ IT യുഗത്തിൽ ജനിച്ചവരാണ്. അവർക്ക് നല്ലത് കാണിച്ചു കൊടുക്കാൻ അവർക്ക് അറിയില്ല എന്ത് ചെയ്യണമെന്നുള്ളത്. അവരുടെ കയ്യിലേക്ക് നമ്മൾ സ്കൂളൊക്കെ പൂട്ടിയത് അവിടെ ഇത്തിരി പഠിച്ചോ എന്ന് പറഞ്ഞൊരു മൊബൈല് ഇന്റർനെറ്റോട് കൂടി ഓരോ കഴിക്കാൻ വേണ്ടി വെച്ചു കൊടുത്തു. അതല്ലേ കൊറോണ കാലത്ത് ഉണ്ടായത്. നമ്മളെന്താ കയ്യിൽ കൊടുത്തത്? നീ കുട്ടികൾക്ക് പഠിച്ചോ, ടീച്ചർ നീയാണ്, മാർച്ച് നീയാണ്, കെമിസ്ട്രി ഫിസിക്സ് ബയോളജി ഒക്കെ നീയാണ് എന്ന് പറഞ്ഞ് മക്കൾക്ക് എപ്പോഴാണ് കൊടുത്തു. തോണ്ടി ഇങ്ങനെ കുറെ ചെന്നപ്പോ അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള വേറെ ചിലത് കണ്ടെത്തി. ഇപ്പോ ടീച്ചർ മാഷൊക്കെ പറഞ്ഞിട്ട് ബാക്കിയൊക്കെ തീരാണ്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ നമ്മൾ ശ്രദ്ധിക്കുക, നല്ലത് കാണാനും കേൾക്കുവാനും അനുഭവിക്കുവാനും അവസരങ്ങൾ നമ്മൾ ഇത്തരം സന്ദർഭം മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. എന്നിട്ട് അള്ളാഹുവോട് പ്രാർത്ഥിക്കുക. അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും. അള്ളാഹു നമ്മെ എല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി الواحد القهار العزيز الغفار والصلاة والسلام على من أرسله الله كافة للناس بالبشير والإنذار وعلى آله الأتقياء الأبرار وعلى أصحابه الأصفياء الأخيار ما دامت السماوات والأرض 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 والأرض
ഡിസംബർ 6 വിശ്വാസികളെ സംബന്ധിച്ച് നമ്മുടെ മനസ്സിൽ ഒരു കറുത്ത മുട്ടായിട്ട് എന്നും ബാക്കി നിൽക്കുന്ന ദിനമാണ്. വിശ്വാസികൾ അല്ലാഹുവിനെ ആരാധിച്ചിരുന്ന ഒരു ഭവനം അപ്പാടെ തകർത്ത് ഇന്ന് അതിന്റെ ചരിത്രം മറ്റൊന്നായി മാറി നിൽക്കുന്നു. നമ്മുടെ രാജ്യത്ത് ഇന്നും പുതിയ പള്ളികൾ, നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന പള്ളികൾ പുത്തൻ ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് ഓരോന്നിനെയായി തകർക്കുവാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ ഇന്നും നടക്കുന്നുണ്ട്. നമ്മുടെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ജാഗ്രത പാലിക്കുക, നമ്മുടെ ഉത്തരവാദിത്വം നിർവഹിക്കുക, അള്ളാഹുവിലേക്ക് തിരിച്ചു നടക്കാൻ തയ്യാറാക്കുക, അള്ളാഹുവിൽ വരവേൽക്കുക. ജനാധിപത്യ രാജ്യം എന്നുള്ള നിലക്ക് നാം ജീവിക്കുന്ന പ്രദേശത്തിന്റെ നിയമങ്ങൾ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് ജനാധിപത്യ ബോധ്യത്തോടുകൂടി നമ്മുടെ രാജ്യത്തെ അവകാശങ്ങൾ, നമ്മുടെ രാജ്യത്തെ ഓരോ പൗരന്റെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി എന്ത് നമുക്ക് ചെയ്യാനാകുമോ അത് കൃത്യമായ വിവേകത്തോടു കൂടി മാത്രം ചെയ്യുക. ഒരിക്കലും അവിവേകത്തിലേക്ക് നമ്മൾ പോകരുത്, എന്നാൽ ആദർശത്തിൽ ഒരിക്കലും മുന്നോട്ട് പോകരുത്. നമ്മുടെ രാജ്യത്ത് സമാധാനത്തോടെ നിലനിൽക്കുവാനുള്ള ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാവണം. അതിനു വേണ്ടി നാം പ്രവർത്തിക്കുക, പ്രാർത്ഥിക്കുക. അള്ളാഹു സഹായിക്കുമാറാവട്ടെ. ഞാൻ സൂചിപ്പിച്ചതുപോലെ പ്രോഫ്കോണുമായി ബന്ധപ്പെട്ട് ഇന്ന് ഒരു കളക്ഷൻ, നമുക്കറിയാം ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റ് തല പ്രോഗ്രാം നമ്മുടെ ജില്ലയിൽ വെച്ച് നടത്തണമെങ്കിൽ നല്ലൊരു സംഖ്യ ചെലവിടും. അതിനുവേണ്ടിയുള്ള ഒരു ബക്കറ്റ് കളക്ഷൻ ഇന്ന് ജുമാക്ക് ശേഷം നടക്കും. അതുമായി എല്ലാവരും സഹകരിക്കുക. അള്ളാഹു നമ്മുടെ എല്ലാ